ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഒരു ഹായിനെ പറ്റിയിട്ടാണ്. ഈ മതിലിൽ കാണുന്ന ഈ ചെടി കണ്ടോ നിങ്ങൾ? അപ്പോൾ ഞാനിപ്പോൾ റീലൊക്കെ പോസ്റ്റ് ചെയ്താലും നമ്മുടെ ഗാർഡൻ്റെ ഷോർട്സ് ഒക്കെ ഇട്ടാലും ഒക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആ മതിലിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ആ ചെടിയുടെ പേരെന്താണ്, അതെന്ത് ചെടിയാണെന്നൊക്കെ. ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ വരുന്ന ആരായാലും പെട്ടെന്ന് കണ്ണു പോവുക ഈ ഒരു ചെടിയിലോട്ടായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹായിനെ പറ്റിയിട്ടാണ്. ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടിയുടെ പേരാണ് കേട്ടോ. വെറും ഹായ് എന്നല്ല, റാഫിഡോഫോറ ഹായ് എന്നാണ് ഈ ഒരു ചെടിയുടെ പേരെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഗാർഡനിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മതിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് വളർത്തി കയറ്റാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് റാഫിഡോഫോറ ഹായ്. അല്ലെങ്കിൽ നമുക്ക് ചെറുതാക്കി ചുരുക്കിയിട്ട് ഹായ് ചെടി എന്ന് പറയാം അല്ലേ. ഒരുപാട് കെയറൊന്നും നമ്മൾ ഈ ഒരു ചെടിക്ക് കൊടുക്കണ്ട കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം ഓവർ ആവരുത്. സൺലൈറ്റ് നല്ലപോലെ ഓവറായിട്ട് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫൊക്കെ ചിലപ്പോൾ പൊള്ളിയൊക്കെ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ വളങ്ങളായാലും ചാണകപ്പൊടിയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ വലിയ കെയറൊന്നും നമ്മൾ ഈ ഒരു ചെടിക്ക് കൊടുക്കണ്ട. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി സ്ലോ ആണ്. ഇത്തിരിയല്ല, കുറച്ചധികം സ്ലോ ആണ് ഈ ഒരു പ്ലാന്റ് വളരാൻ. നമ്മളൊരു ചെറിയ തൈയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ആണെങ്കിൽ ഒരു 2-3 വർഷമൊക്കെ എടുക്കും. ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു 3 വർഷം മുമ്പാണ്. ഞാൻ ചെറിയ തൈ ഒരു 2-3 തൈയാണ് ഞാൻ അതിൻ്റെ ചോട്ടിൽ വെക്കുന്നത്. അത് ഈ ഒരു ലെവലിലോട്ട് ആയത് ഒരു 3 വർഷം കൊണ്ടാണ്. അപ്പോൾ ടൈം കുറച്ചെടുക്കും ഈ ഒരു ഭംഗിയിൽ ആയി വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിൽ പലർക്കും വലിയ ക്ഷമയൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ നമ്മുടെ മതിലൊക്കെ ഫില്ല് ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ഒരു 5-10 തൈകൾ മിനിമം എങ്കിലും ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് ഫില്ലായി കയറിക്കോളും. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ 1 വർഷം മിനിമം എടുക്കും കേട്ടോ, അത്രയും ഹൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ. പിന്നെ നല്ല തിക്കായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇടയിൽ നിന്നൊക്കെ ഒരുപാട് ചില്ലകൾ പോലെ ഇങ്ങനെ പൊട്ടിക്കിളിർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ അത്ര നല്ല തിക്കായിട്ട് വളരും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റത്തടി പോലെ ഇങ്ങനെ പടർന്ന് നേരെ പോകുള്ളൂ ഇത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാനത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യണമൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹായ് പോലെ വളരുന്ന ഒരുപാട് വെറൈറ്റീസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് റേറ്റ് ആവും. എക്സോട്ടിക് പ്ലാന്റ്സിൽ വരുന്ന വെറൈറ്റീസ് ഒക്കെയാണ്. അപ്പോൾ ഞാനിത് പ്രൂണിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മതിലിൽ വിട്ട് മുകളിലോട്ട് ആ ഷീറ്റിലോട്ട് കയറുമ്പോൾ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാറുണ്ട്. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ കുഴിച്ചിടും. കാരണം ആ മതിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ഞാനിതാ ഇതുപോലെയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ പലരും ചോദിക്കും, ഇതുപോലത്തെ പ്ലാന്റ് ഒക്കെ മതിലിൽ കയറ്റിയാൽ മതിലിന് എന്തെങ്കിലും കേടുവരുമോ എന്നുള്ളത്. ഇതിൻ്റെ വേരെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന ഈ ഒരു ലെവൽ വിട്ട് വേരിങ്ങനെ ഒരുപാട് അങ്ങനെ മതിലിലോട്ട് ഇറങ്ങി വളരെയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും മാത്രമേ ഒരു സെൻറ്റിമീറ്റർ നീളം മാത്രമേ ഈ ഒരു വേരുകൾക്ക് വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മതിലിന് യാതൊരു കാരണവശാലും ഒരു കേടുപാടുകളും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുഴിച്ചിടാറുണ്ട്. ഇപ്പോൾ ആ ഭാഗത്ത് പ്ലാന്റ് ഒന്നും ഇങ്ങനെ വളരുന്നില്ലല്ലോ, അപ്പോൾ അവിടെ നമുക്ക് കുഴിച്ചിടണം. പിന്നെ അതുപോലെ ബാക്കിയുള്ള ഏരിയകളൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കട്ടിങ്സൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഈ ഒരു പ്ലാന്റിൽ 3 ചില്ലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു 3 എണ്ണമായിട്ട് ഇങ്ങനെ വളർത്തി കയറ്റാമല്ലോ. പിന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ, ഇതിൻ്റെ താഴെയുള്ള ലീഫുകളുടെ ഏതെങ്കിലുമൊക്കെ ലീഫിൻ്റെയൊക്കെ ഇടയിൽ നിന്നൊരു 3-4 ഇളർപ്പുകളൊക്കെ വന്നിട്ട് നല്ല തിക്കായിട്ട് ഇങ്ങനെ വളർന്നു വരാറുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാൻ നേരത്തെ കുഴിച്ചിട്ടു, അതുപോലെ സിമ്പിളായിട്ട് മണ്ണിൽ കുഴിച്ചിട്ടേ കിളിക്കും. പിന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇല വരുന്നതാണ് നോഡ്സ് എന്ന് പറഞ്ഞാൽ. ഈ നോഡ്സിൻ്റെ ഇടയിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി കഴിഞ്ഞാൽ മണ്ണിൽ കുഴിച്ചിട്ടാൽ ആ ഇലകൾക്കിടയിൽ നിന്ന് പുതിയ വളർച്ച, പുതിയ ഗ്രോത്ത് ഉണ്ടായിട്ട് പുതിയൊരു പ്ലാന്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇതുപോലത്തെ 2 ഇല വരുന്ന ഒരു നോഡായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കാറ്. എന്നിട്ട് ഇങ്ങനെ ഒരു ചട്ടിയിൽ വെറുതെ നമ്മുടെ സാധാ മണ്ണ് നിറച്ചിട്ട് അതിലിങ്ങനെ കുത്തി കൊടുക്കും. അതിൻ്റെ അകത്ത് നിന്നിട്ട് ആ ഇലകൾക്കിടയിൽ നിന്ന് വന്നിട്ടുള്ള പുതിയ ചെടികളാണിത്. അത് ചെറിയ ലീഫൊക്കെ ആയിരിക്കും ആദ്യം നമുക്ക് ഉണ്ടാവുക. പിന്നെ ചെറിയ ലീഫ് നമ്മൾ പടർത്തി കയറ്റി മെച്ചോർഡ് ആവുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ ലീഫിന് സൈസ് കൂടുതലായിട്ട് ഇങ്ങനെ വരാറ്. ഈ ചെടിയുടെ ഇലകൾ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ. ആ ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു നിൽപ്പ്, അതായത് ഇങ്ങനെ അടുങ്ങിക്കൂടിയുള്ള ആ ഒരു ലീഫ് കാണാനായിട്ട് നല്ല രസമാണ്. നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ, തളിരിലകൾക്കാണെങ്കിൽ നല്ല ഇളം പച്ച കളറും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ ഒച്ചുകളെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ കൂമ്പ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒച്ചിങ്ങനെ ഇരുന്നിട്ട് ലീഫൊക്കെ ഇങ്ങനെ കടിച്ച് നശിപ്പിക്കാറുണ്ട്. നിങ്ങൾ രാത്രി ഒരു ടോർച്ചൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒച്ചുകളൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ്, ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ അതിനെയൊക്കെ അപ്പം തന്നെ പിടിച്ച് നശിപ്പിച്ച് കളയോ എങ്ങോട്ടെങ്കിലും വെറുതെ വിടുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതിൻ്റെ കൂമ്പിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇളം തണ്ട് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഫുള്ള് നശിപ്പിച്ച് നമ്മുടെ ലീഫിൻ്റെ ഭംഗി പോകാനൊക്കെ നല്ല ചാൻസാണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കുക.
പിന്നെ നമ്മുടെ ഗാർഡനിൽ ആ ഡിവിഡിവി മരത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ ഈ ഒരു ഹായ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള വെയിലും അതുപോലെ തന്നെ നല്ല തണലും ഒക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് വളർന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു മതിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഈ ഒരു ചെടി നിങ്ങൾ പടർത്തി കയറ്റില്ലേ. അപ്പോൾ എന്തായാലും എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് ഈ ഒരു ചെടി വളർത്തി നോക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ തീർക്കാമല്ലേ നമുക്ക്. അപ്പോൾ ശരി, കാണാം.